Hi dear friends, Assalamu alaikum, Namaskaram, welcome back to Shiga's Cafe. അപ്പോൾ ഞാൻ ഇപ്രാവശ്യത്തെ ഈദ് വ്ളോഗ് പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിലിരുന്ന് സേഫ് ആയിട്ട് തന്നെ ഇതൊക്കെ ആഘോഷിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഞങ്ങളും എല്ലാവരെയും പോലെ വീട്ടിലിരുന്ന് തന്നെയാണ് ഇതൊക്കെ ആഘോഷിച്ചിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി ഇത് നമസ്കാരമൊക്കെ നമസ്കരിച്ചു. അങ്ങനെയായിട്ട് ഞങ്ങളും ഈദ് ആഘോഷിച്ചിട്ടുള്ളത്. പിന്നെ ഇപ്രാവശ്യം കുറേ പേർക്ക് അവരുടെ കുടുംബത്തോടൊപ്പം ഈദ് ആഘോഷിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം എല്ലാവർക്കും അവരുടെ കുടുംബത്തോടൊപ്പം സന്തോഷകരമായ ഈദ് ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. പിന്നെ ഈ ഒരു വ്ളോഗിൽ ഞാൻ എല്ലാ റെസിപ്പീസും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഞാൻ പായസത്തിൻ്റെ റെസിപ്പി മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ബാക്കി റെസിപ്പീസൊക്കെ ഞാൻ അടുത്ത ദിവസങ്ങളിലായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് ഈദ് വ്ളോഗ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാനിത് ഇതിൻ്റെ തലേ ദിവസത്തെയാണ് ആദ്യം കാണിക്കുന്നത്. ഇപ്രാവശ്യം ഗസ്റ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തലേ ദിവസം അധികമൊന്നും ഉണ്ടാക്കി വെക്കുന്നില്ല. പുഡിങ് മാത്രമേ ഉണ്ടാക്കി വെക്കുന്നുള്ളൂ കേട്ടോ തലേ ദിവസം. മറ്റേത് നമ്മൾ ഗസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തലേന്ന് തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഗസ്റ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പുഡിങ് മാത്രമേ തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ. പുഡിങ്ങൊക്കെ ഉണ്ടാക്കി വെച്ച ശേഷം എല്ലാവരും കുറച്ച് സമയം ഒന്ന് ഉറങ്ങി. പിന്നെ എല്ലാവരും ഒരു 5 മണിയൊക്കെ ആയപ്പോഴാണ് എണീറ്റത്. പിന്നെ സുബഹി നമസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ എല്ലാവരും ചായ കുടിക്കുകയാണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഫലാഫലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ പെരുന്നാളാകുമ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യമായിട്ട് ഉണ്ടാക്കാറില്ല. അധികം ആർക്കും രാവിലെ ആകുമ്പോൾ തന്നെ വിശപ്പ് ഉണ്ടാവില്ല, നോമ്പൊക്കെ കഴിഞ്ഞിട്ടായതുകൊണ്ട്. പിന്നെ നാട്ടിലാണെങ്കിൽ ഉമ്മ നെയ്യപ്പം ഉണ്ണിയപ്പം അതൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഞാൻ മക്കളോട് ചോദിച്ചപ്പോൾ അവർക്ക് ഫലാഫലാണ് വേണ്ടത് പറഞ്ഞു. കാരണം നമ്മൾ ഇനിയിപ്പോൾ ഉച്ചക്ക് സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവർക്ക് ഫലാഫൽ മതി എന്ന് പറഞ്ഞപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഫലാഫലായിരുന്നു കേട്ടോ. അപ്പോൾ ചായയൊക്കെ കുടിച്ച ശേഷം എല്ലാവരും കുളിച്ച് ഫ്രഷായി പെരുന്നാൾ നിസ്കാരമൊക്കെ നിസ്കരിച്ചു. അപ്പോൾ ഞങ്ങളെല്ലാവരും ചേർന്നാണ് പെരുന്നാൾ നിസ്കാരം നിസ്കരിച്ചത്. നമസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം ഞാനൊക്കെ അടുക്കളയിൽ കയറി ഫുഡ് ഉണ്ടാക്കാൻ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് മട്ടൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ആണ് കേട്ടോ. തലശ്ശേരി സ്റ്റൈലുള്ള മട്ടൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മട്ടനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാനതിലേക്ക് വേണ്ട ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ചതച്ചെടുക്കുകയാണ്. വീട്ടിൽ ഗസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും പിന്നെ അതുപോലെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഫംഗ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ കൂടാറുണ്ട് കേട്ടോ. ഇക്കാൻ്റെ കുറേ ഫ്രണ്ട്സ് നന്നായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഇക്കാക്ക് അങ്ങനെ ഫുഡ് കാര്യമായിട്ട് ഉണ്ടാക്കാൻ അറിയില്ല. പക്ഷേ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അധികം കട്ട് ചെയ്യാനുള്ളതൊക്കെ തന്നെ കേട്ടോ കട്ട് ചെയ്ത് തരാറുള്ളത്. അപ്പോൾ നമുക്കതൊരു വലിയൊരു ഹെൽപ്പാണ്. പിന്നെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞുണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കലും കഴിയും. അങ്ങനെ നമ്മൾ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുക എന്നുള്ളൊരു ഫീലും ഉണ്ടാവില്ല. അപ്പോൾ ഇതാ മട്ടനൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് ഇതാ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ക്ലീൻ ചെയ്തെടുത്തു. ഇനി ഇതൊന്ന് ചതച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് ചിക്കനിലേക്കും കൂടി വേണ്ടിയിട്ടാട്ടോ ഞാൻ ചതച്ചെടുത്തിട്ടുള്ളത്. ഇനി മട്ടന് മസാല കൂട്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. മട്ടനിൽ നന്നായിട്ട് മസാല തേച്ചിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ട് മട്ടനിൽ പിടിക്കും. അപ്പോൾ ഞാൻ മട്ടന് മസാല കൂട്ടിയിട്ടൊന്ന് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയം ഇക്ക ചിക്കന് കട്ട് ചെയ്യാണ്. പൊരിക്കാനുള്ള ചിക്കന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വലിയ ജീരകം വറുത്ത് പൊടിച്ചെടുക്കുകയാണ്. വലിയ ജീരകം വറുത്ത് പൊടിച്ചത് കഴിഞ്ഞിട്ടുണ്ട്. നോമ്പിന് ഉണ്ടാക്കി വെച്ചതായിരുന്നു. അപ്പോൾ അതൊന്ന് പൊടിച്ചെടുക്കുകയാണ്. വലിയ ജീരകം പൊടിച്ചത് ഞാൻ ഇറച്ചിയിലും മീനിലൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് വലിയ ജീരകം വറുത്ത് പൊടിച്ചത് കഴിയും. എനിക്കതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇക്ക ചിക്കനൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ട് അവിടെ സിങ്കൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടുകയാണ്. അപ്പോഴേക്കും ഞാനത് ചിക്കന് മസാല കൂട്ടിയേക്കാണ്. ചിക്കന് നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുന്ന മസാല തന്നെ കേട്ടോ ഉണ്ടാക്കുന്നത്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചിക്കൻ മസാലയും ഗരം മസാലയും വലിയ ജീരകം വറുത്ത് പൊടിച്ചതും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും പാകത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ട് ആദ്യം മസാല ഒന്ന് ഉണ്ടാക്കി വെക്കുകയാണ്. പിന്നെ അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു മസാല ഒന്നും ഈ ഒരു ചിക്കനിൽ നിന്ന് വേറിട്ട് പോകാതെക്കാൻ വേണ്ടിയിട്ട് കോൺഫ്ലവറും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ചിക്കനൊക്കെ മസാല കൂട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കുകയാണ്. ഇനി ബിരിയാണിയൊക്കെ റെഡി ആയ ശേഷമാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി പായസമാണ് ഉണ്ടാക്കുന്നത്. ചെറുപയർ പരിപ്പ് വെച്ചിട്ടാണ് പായസം ഉണ്ടാക്കുന്നത്.
അപ്പോൾ ഒരു 1.5 ഗ്ലാസ് ചെറുപയർ പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ചെറുപയർ പരിപ്പ് ഒന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ പായസമാണ് ഉണ്ടാക്കുക. പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നാൽ ആദ്യം പായസമാണ് കുടിക്കുക. അപ്പോൾ ഇക്കതാക്കുന്ന ആ ഒരു സമയം കൊണ്ട് ബിരിയാണിയിലേക്ക് വേണ്ട ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ടുള്ള കട്ടിങ്ങൊക്കെ ചെയ്യുന്നത് ഇക്ക തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ചെറുപയർ പരിപ്പ് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇത് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കുകയാണ്. ഇപ്പോൾ മട്ടനിലൊക്കെ നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ മട്ടന് കുക്കറിലിട്ട് വേവിച്ചെടുക്കുകയാണ്. അതുപോലെ തന്നെ ചെറുപയർ പരിപ്പ് നന്നായി തണുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുപയർ പരിപ്പ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ്. ഒരു 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്താൽ മതി. അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പായസങ്ങളിൽ ഒന്നാട്ടോ ഈ ചെറുപയർ പരിപ്പ്. ഒന്നെങ്കിൽ പെരുന്നാൾക്ക് ചെറുപയർ പരിപ്പ് ഉണ്ടാക്കും, അല്ലെങ്കിൽ അടപ്രഥമന്, അല്ലെങ്കിൽ സേമിയ പായസം. ഇതിലേതെങ്കിലും ഒരു പായസമാട്ടോ അധികം ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ചെറുപയർ പരിപ്പ് ഞാൻ കഴുകിയിട്ട് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ സാധാരണ നമ്മൾ തേങ്ങാപ്പാൽ വെച്ചിട്ടല്ലേ പായസം ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഞാനിത് ഓൾ മിൽക്ക് വെച്ചിട്ടാട്ടോ പായസം ഉണ്ടാക്കുന്നത്. ഫ്രഷ് മിൽക്ക് ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 2 ഗ്ലാസ് ഓൾ മിൽക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് കുക്കർ അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇനി പായസത്തിലേക്ക് വേണ്ട ശർക്കരപ്പാനി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഒരു 2 പീസ് ശർക്കരയായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്കൊരു 3/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ശർക്കരപ്പാനി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ശിഖൻ്റെ പെരുന്നാൾ ഡ്രസ്സ് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് നമ്മൾ എടുത്തതല്ല കേട്ടോ. ഇക്കാൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് പാകിസ്ഥാനി. അവർ നാട്ടിൽ പോയി വന്ന സമയത്ത് കൊണ്ടുവന്നതായിരുന്നു. ഇപ്പോൾ ഒരു 4 മാസമൊക്കെ ആയി. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ വീഡിയോ എടുക്കണം വിചാരിച്ചതായിരുന്നു. അപ്പോൾ ഈ ഡ്രസ്സ് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ പെരുന്നാൾക്ക് ഈ ഡ്രസ്സാട്ടോ ഇട്ടത്. അപ്പോൾ ഡ്രസ്സ് മാത്രമല്ല കുറേ ഫാൻസി ഐറ്റംസ് ഉണ്ട് ഷിഖക്കും എനിക്കൊക്കെ. പിന്നെ കുറേ സ്വീറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പാകിസ്ഥാനി സ്വീറ്റ്സ് കുറേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആ ഒരു സമയത്ത് തന്നെ കഴിച്ച് തീർന്നു. നല്ല ടേസ്റ്റുള്ള പാകിസ്ഥാനി സ്വീറ്റ്സ് ആയിരുന്നു കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. കുക്കർ ഒരു വിസിൽ വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുക്കറിൻ്റെ പ്രഷർ പോയ ശേഷമാണ് പിന്നെ കുക്കർ തുറന്നിട്ടുള്ളത്. അപ്പോൾ പരിപ്പൊക്കെ പാകത്തിന് കുക്കായിട്ടുണ്ട്. ഒരുപാട് വെന്തുടഞ്ഞിട്ടൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ശർക്കരപ്പാനി ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ശർക്കരപ്പാനി നന്നായിട്ടൊന്ന് വറ്റി വരണം. ഈ പരിപ്പിലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് എന്നാലേ പരിപ്പൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിനുശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇക്ക ആ ഒരു സമയം കൊണ്ട് ബിരിയാണിയിലേക്ക് വേണ്ട മസാല റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ പരിപ്പും ശർക്കരപ്പാനിയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനൊരു 3 ഗ്ലാസ് പാലും കൂടെ കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഈ പരിപ്പും പാലൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ഒരു പായസത്തിൽ ശർക്കരപ്പാനിൻ്റെ ടേസ്റ്റും മിൽക്ക് മെയ്ഡിൻ്റെ ടേസ്റ്റും കൂടെ വരുമ്പോഴാട്ടോ നല്ലൊരു ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തിളച്ച് വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അതിനുശേഷം ഞാനിതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് വേണ്ട അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് നെയ്യിൽ വറുത്ത് വെട്ടാം. അപ്പോൾ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങളിത് കുടിക്കുന്ന സമയത്ത് കുറച്ച് തിക്കായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പാൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ബിരിയാണിക്ക് വേണ്ട മസാല റെഡി ആയിട്ടുണ്ട്. ശിഖ പുറത്ത് കുട്ടികൾ കളിക്കണ കണ്ടിട്ട് എന്നെ വിളിച്ചുകൊണ്ടുപോയതാണ്. അപ്പോൾ നമുക്ക് റൂമിൽ നിന്ന് ഈ ഒരു പുറത്തേക്കുള്ള ഒരു ജനൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിലൂടെ മാത്രമേ നമുക്ക് പുറത്തേക്കുള്ള കാഴ്ചയുള്ളൂ. അപ്പോൾ ഒരു 3 മാസമൊക്കെ ഇപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയിട്ട് അപ്പോൾ അവർ കളിക്കണ കണ്ടപ്പോൾ ശിഖ വന്ന് കണ്ട് വിളിച്ചതാണ്. പൂച്ചക്ക് തീറ്റ കൊടുക്കണം. അപ്പോൾ അത് കാണിച്ചു തരാൻ വേണ്ടി വിളിച്ചതായിരുന്നു. ഇനി ബാക്കിയുള്ള പണിയും കൂടെ ചെയ്യാണ്. ചിക്കൻ ഫ്രൈ ചെയ്യാനുണ്ട്. ബിരിയാണിക്ക് വേണ്ട റൈസും കൂടെ ഉണ്ടാക്കാണ്ട്. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ബിരിയാണിയിലേക്ക് വേണ്ട റൈസും ഇതാ റെഡി ആവുന്നുണ്ട്. അപ്പോൾ റൈസും ചിക്കൻ ഫ്രൈ ഒക്കെ റെഡി ആവുന്ന നേരം കൊണ്ട് ഞാൻ ലുക്കൈമത്തിനുള്ള മാവും കൂടെ റെഡിയാക്കി എടുക്കുകയാണ്. അറബിക് ഡെസേർട്ടാണ് കേട്ടോ ലുക്കൈമത്ത്. അപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട്.
അപ്പോഴേക്കും ഇതാ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ എണ്ണയിൽ നിന്ന് എടുത്തിട്ട് മാറ്റുകയാണ്. ഇപ്പോൾ ബിരിയാണിക്ക് വേണ്ട റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ബിരിയാണി ദം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ അടുത്ത ദിവസങ്ങളായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ ചിക്കൻ ഫ്രൈ ഞാൻ കുറച്ച് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് ഇനി രാത്രി കഴിക്കുന്ന സമയത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാനിതാ ബിരിയാണി ദം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ലുക്കൈമത്തും കൂടെ ഉണ്ടാക്കിയെടുക്കാനുള്ളൂ. അപ്പോൾ ഈ ലുക്കൈമത്ത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഡെസേർട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ. അപ്പോൾ ഞാനിതാ ലുക്കൈമത്തൊക്കെ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ലുക്കൈമത്ത് നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചാൽ വീണ്ടും ഉണ്ടാക്കി കഴിക്കൂട്ടോ, അത്ര ടേസ്റ്റാണ്. അപ്പോഴേക്കും ഇതാ ബിരിയാണിയൊക്കെ ദമ്മായി വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാതും കൂടെ സെർവ് ചെയ്യാണ്. ഞാൻ ഫുഡൊക്കെ ടേബിളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ പെരുന്നാൾക്ക് പുഡിങ്ങും പായസമൊക്കെ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. പിന്നെ ഗസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ ഐറ്റംസൊക്കെ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം ലുക്കൈമത്ത് ഉണ്ടാക്കിയത് ഷിഗക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഷിഗ പ്രാവശ്യം ഫുള്ള് നോമ്പ് എടുത്തിട്ടുണ്ട്, അൽഹംദുലില്ലാ. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഈ സ്വീറ്റ്സൊക്കെ. അവൾക്ക് അങ്ങനെ നോൺ വെജ് ഐറ്റംസ് ഒന്നും വലിയ ഇഷ്ടമല്ല, ആകെ ചിക്കന് മാത്രമേ കൂട്ടുള്ളൂ. അപ്പോൾ അവൾക്ക് ഇങ്ങനെ മധുരമുള്ള ഐറ്റംസും ഫ്രൂട്ട്സൊക്കെയാണ് കൂടുതൽ ഇഷ്ടമുള്ളത്. അപ്പോൾ അവൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ തന്നെ വന്ന് ചോദിക്കോട്ടോ, ഇന്നുമ്മ എന്താ സ്വീറ്റ്സ് ഉണ്ടാക്കണേന്നുള്ളത്. കാരണം അവൾക്ക് അത്ര ഇഷ്ടമാണ് സ്വീറ്റ്സ്. അപ്പോൾ അവൾ ജിലേബിയും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ജിലേബി ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ പെരുന്നാളല്ലെങ്കിലും ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് തന്നെ കേട്ടോ ഫുഡൊക്കെ കഴിക്കുക. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളതൊക്കെ പ്ലാൻ ചെയ്യുക, പുറത്ത് പോകാനുള്ളതൊക്കെ പെരുന്നാളിൻ്റെ അന്ന്. പക്ഷെ ഇപ്രാവശ്യം കൊറോണ ആയതുകൊണ്ട് പിന്നെ ആദ്യം പുറത്ത് പോകുന്ന പ്ലാനൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ തായിഫിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുള്ള യാത്രയായിരുന്നു തായിഫിലേക്കുള്ളത്. മട്ടൻ ബിരിയാണി അടിപൊളി. ഇപ്രാവശ്യത്തെ ഈദ് എല്ലാവർക്കും പുതിയൊരു അനുഭവമായിരിക്കും അല്ലേ. പെരുന്നാപ്പള്ളി ഇല്ലാത്തയും ബന്ധുക്കളെ കാണാൻ പറ്റാത്തയും എവിടെയും പുറത്തു പോകാൻ പറ്റാത്തൊക്കെ ഒരു ഈദ് ആദ്യമായിട്ടായിരിക്കുമല്ലോ എല്ലാവർക്കും. അപ്പോൾ സാരല്ല, ഈ ഒരു കൊറോണ വൈറസൊക്കെ ഈ ഒരു ലോകത്തു നിന്ന് മാറിയിട്ട് ലോകത്ത് എല്ലാവർക്കും സന്തോഷവും സമാധാനമൊക്കെ ലഭിക്കട്ടെ. അതുപോലെ അടുത്ത പ്രാവശ്യത്തെ ഈദ് നമുക്ക് നമ്മുടെ കുടുംബത്തോടും ബന്ധുക്കളോടൊക്കെ ഇപ്പോൾ സന്തോഷകരമായിട്ട് ആഘോഷിക്കാനും സാധിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് ഈദ് വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ ഷിഗാസ് കഫേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക്